പ്രിയമുള്ളവരെ, സി പി എമ്മിനെ സംബന്ധിച്ച് അല്പം വൈകാരികം കൂടിയാണ് ചിന്മേനിയും കയ്യൂരും ഒക്കെ ഉൾപ്പെടുന്ന തൃക്കരിപ്പൂർ നിയമസഭാ നിയോജക മണ്ഡലം എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ചില വിശകലനങ്ങളും ചില സർവേകളും ഒക്കെ കാണിക്കുന്നത് 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരുപക്ഷേ തൃക്കരിപ്പൂർ നിയമസഭാ നിയോജക മണ്ഡലത്തിൽ നിന്ന് അട്ടിമറി ഉണ്ടായേക്കാമെന്നാണ്. കാരണം അവിടെ മത്സരിക്കുന്നത് കോൺഗ്രസിൻ്റെ സ്റ്റാർ കാൻഡിഡേറ്റുകളിൽ ഒരാളായ സന്ദീപ് വാര്യരാണ്. അദ്ദേഹത്തെ ഒരുപക്ഷെ കോൺഗ്രസിനേക്കാൾ സ്വീകരിച്ച് വേദികളിലേക്ക് ആനയിക്കുന്നത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിന് ശക്തമായ അടിവേരുള്ള ഒരു മണ്ഡലമാണ് തൃക്കരിപ്പൂർ എന്നതുകൊണ്ട് തന്നെ അവിടെ അവരുടെ എല്ലാ വോട്ടുകളും ക്രോഡീകരിക്കപ്പെടുവാൻ സാധ്യതയുണ്ട്. മിക്കപ്പോഴും KMCCയുടെ ഒക്കെ വലിയ രീതിയിലുള്ള ഒരു പ്രവാസി ഒഴുക്ക് ആ മണ്ഡലത്തിൽ വോട്ട് രേഖപ്പെടുത്തുവാൻ മധ്യേഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് അവിടേക്ക് വരുവാനും സാധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ മണ്ഡലത്തിൽ UDFന് അനുകൂലമായ ഒരു തരംഗം രൂപപ്പെടുന്നു എന്ന വിശകലനങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. KMCCയുടെയൊക്കെ ചാർട്ടർ ചെയ്ത വിമാനങ്ങൾ സന്ദീപ് വാര്യർക്ക് വോട്ടിടുവാൻ വേണ്ടി വരും എന്ന രീതിയിൽ KMCC വൃദ്ധങ്ങളും ഒക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു രാഷ്ട്രീയ മാറ്റത്തിൻ്റെ കാറ്റ് വീശുന്നുണ്ട് എന്ന് തന്നെയാണ് മാധ്യമ റിപ്പോർട്ടുകളും പ്രാദേശികമായി അവിടെ നിന്ന് പുറത്തു വരുന്ന ചില രാഷ്ട്രീയ വിശകലനങ്ങളും ഒപ്പം സർവേകളും ഒക്കെ സൂചിപ്പിക്കുന്നത് എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. പക്ഷേ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് നോക്കിയാൽ ആകെയുള്ള 9 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 6 ഭരിക്കുന്നത് LDF ആണ്. ആ മണ്ഡലത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ ഇതുവരെ LDF മാത്രം വിജയിച്ചു വന്ന ഒരു നിയമസഭാ നിയോജക മണ്ഡലമാണ്. പക്ഷേ അവിടെ UDFൻ്റെ സാധ്യതകൾ തള്ളിക്കളയുവാൻ പറ്റില്ല എന്ന രീതിയിലുള്ള രാഷ്ട്രീയ വിശകലനം തന്നെയാണ് മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. ചില സർവേകൾ അനുസരിച്ച് ഒരുപക്ഷെ കാസർഗോഡ് ആകെയുള്ള 5 നിയമസഭാ നിയോജക മണ്ഡലത്തിൽ 4 എണ്ണവും UDF വിജയിക്കുവാൻ സാധ്യതയുണ്ട് എന്ന രീതിയിലുള്ള വിശകലനങ്ങൾ തന്നെ പുറത്തു വരികയാണ്. അങ്ങനെയാണെങ്കിൽ CPMനെ സംബന്ധിച്ച് അത് വലിയ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും EK നയനാരെ പോലെയുള്ള മഹാരഥന്മാരായ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും മുൻ മുഖ്യമന്ത്രിമാരും ഒക്കെ പ്രതിനിധീകരിച്ച ആ മണ്ഡലം തങ്ങളുടെ കയ്യിൽ നിന്ന് വഴുതി മാറി കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നത് CPMനെ സംബന്ധിച്ച് സഹിക്കുവാൻ കഴിയാവുന്നതിലും അപ്പുറമാണ്. എങ്കിലും ആ മണ്ഡലത്തിൻ്റെ ഒരു യഥാർത്ഥ ചിത്രം അത് വോട്ട് എണ്ണി തീരുന്നതിൻ്റെ അവസാന നിമിഷങ്ങൾ മാത്രമേ തിരിച്ചറിയുവാൻ കഴിയൂ എന്ന രാഷ്ട്രീയ വിശദീകരണങ്ങൾ പുറത്തു വരുന്നതിനോടൊപ്പം തന്നെ വോട്ടുകളെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും സ്വാധീനിക്കുവാൻ കഴിയുന്ന സന്ദീപ് വാര്യരാണ് അവിടുത്തെ സ്ഥാനാർത്ഥി എന്നത് കോൺഗ്രസിൻ്റെ പ്രതീക്ഷകൾക്ക് ചിറകുമുളപ്പിക്കുന്നു എന്ന ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. പ്രത്യേകിച്ചും കേരളത്തിലെ കോൺഗ്രസ്സുകാരും UDFൻ്റെ സഹയാത്രികരും കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ആളുകളുമൊക്കെ ആഗ്രഹിച്ചിരുന്നതും പ്രാർത്ഥിച്ചിരുന്നതും സന്ദീപ് വാര്യർക്ക് കുറച്ചുകൂടി ഉറപ്പുള്ള ഒരു സീറ്റ് കോൺഗ്രസ് കൊടുക്കുമെന്നായിരുന്നു. ആദ്യം അത് തൃശ്ശൂരാണ് പറഞ്ഞു കേട്ടത്, പിന്നീട് അത് തവന്നൂരായി, ഒടുവിൽ ആണ് തൃക്കരിപ്പൂരിലേക്ക് സന്ദീപ് വാര്യരെ പാർട്ടി മത്സരിക്കുവാൻ നിർദ്ദേശിക്കുന്നത്. പക്ഷേ ആദ്യ സമയത്ത് സന്ദീപ് വാര്യരെ പോലെ BJP വിട്ട് കോൺഗ്രസിൽ വന്ന ഒരു നേതാവിന് ഇത്തരം സീറ്റ് കൊടുക്കുന്നതിനെ പറ്റിയുള്ള ചില വിമർശനങ്ങൾ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ഉന്നയിച്ചിരുന്നു. പക്ഷേ പിന്നീട് മണ്ഡലത്തിലെ സാധ്യതകൾ വിശകലനം ചെയ്യുന്ന സർവേകളും റിപ്പോർട്ടുകളും ഒക്കെ പുറത്തു വന്നതോടുകൂടി സന്ദീപ് വാര്യരുടെ സാന്നിധ്യം ആ സീറ്റ് പിടിച്ചെടുക്കുവാൻ സഹായകമാകും കോൺഗ്രസ്സിന്, UDFന് എന്ന നിഗമനമാണ് പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ അടിയുറച്ച പിന്തുണ ഉള്ള ഒരു നേതാവാണ് സന്ദീപ് വാര്യർ എന്ന ഒരു പ്രത്യേകതയുമുണ്ട്. 2026 നിയമസഭാ ഇലക്ഷൻ റിപ്പോർട്ട് നമ്മൾ അപഗ്രഥിക്കുമ്പോൾ 26,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് അന്ന് LDFന് അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ അപ്പോൾ കേരള കോൺഗ്രസ് ജോസഫാണ് അവിടെ മത്സരിച്ചത്. KM മാണിയുടെ മരുമകൻ MP ജോസഫ് ആയിരുന്നു അവിടെ സ്ഥാനാർത്ഥി. 2016 16,000 വോട്ടുകൾക്കാണ് KP കുഞ്ഞിക്കണ്ണനെ അവിടെ LDF പരാജയപ്പെടുത്തുന്നത്. 2011 K കുഞ്ഞിരാമൻ 8,765 വോട്ടുകൾക്കാണ് KB ഗംഗാധരനെ പരാജയപ്പെടുന്നത്. അതായത് 2011 ഒരു വോട്ടിംഗ് പാറ്റേൺ UDFൽ അധികാരത്തിൽ വന്നപ്പോഴുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ വെച്ച് നോക്കുകയാണെങ്കിൽ 8,765 വോട്ടുകൾ മാത്രമാണ് അവിടെ LDF ലീഡ് എന്നതുകൊണ്ട് തന്നെ അത് വലിയ അപ്രാപ്യം ഒന്നുമായ മണ്ഡലമല്ല UDFനെ സംബന്ധിച്ച് എന്ന ഒരു വിലയിരുത്തൽ ഉണ്ടാകുന്നുണ്ട്. ഒരു ഫൈറ്റിംഗ് കാൻഡിഡേറ്റ് അവിടെ വന്നാൽ ഒരു പക്ഷേ ആ മണ്ഡലം പിടിച്ചെടുക്കുവാൻ കഴിയും എന്ന നിഗമനത്തിലാണ് കോൺഗ്രസ് അവിടെ സന്ദീപ് വാര്യരെ നിയോഗിക്കുന്നത് എന്ന ഒരു റിപ്പോർട്ടുകൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട്. എന്തായാലും നമ്മൾ പ്രാദേശിക തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് ഒന്ന് അവലോകനം ചെയ്യുകയാണെങ്കിൽ നീലേശ്വരം മുനിസിപ്പാലിറ്റിയിൽ ആകെയുള്ള 33 സീറ്റുകളിൽ അതിൽ 20 എണ്ണം LDF നേടി, 13 എണ്ണം UDF നേടിയിട്ടുണ്ട്. ചെറുവത്തൂർ പഞ്ചായത്ത് എടുക്കുകയാണെങ്കിൽ 5 UDF,
13 LDF, പടന്ന എടുക്കുകയാണെങ്കിൽ 7 UDF, 9 LDF. വലിയ അന്തരമില്ല പടന്ന പഞ്ചായത്തിൽ, ആകെ 2 സീറ്റിൻ്റെ അന്തരം മാത്രമാണ്. പീലിക്കോട് എടുക്കുകയാണെങ്കിൽ അവിടെ വലിയ അന്തരമുണ്ട് LDFും UDFും തമ്മിൽ. LDF വലിയ അബ്സല്യൂട്ട് മെജോറിറ്റി തന്നെ ആ പഞ്ചായത്തിൽ നേടിയിട്ടുണ്ട്, 18 സീറ്റ് നേടി. UDF വെറും 0 സീറ്റിൽ ഒതുങ്ങിയിട്ടുണ്ട്, ഒരു സീറ്റും കിട്ടിയിട്ടില്ല. തൃക്കരിപ്പൂർ എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു അബ്സല്യൂട്ട് മെജോറിറ്റി UDFിനാണ് നേട്ടം. 20 വാർഡുകൾ UDF നേടുമ്പോൾ 3 വാർഡുകളിൽ LDF ഒതുങ്ങുന്നുണ്ട്. വലിയ പറമ്പെടുക്കുകയാണെങ്കിൽ 8 UDF, 6 LDF. കണ്ണൂർ ചീമേനി, അതായത് രക്തസാക്ഷി മണ്ഡപങ്ങളും രക്തസാക്ഷി പാരമ്പര്യവും ഉൾക്കൊള്ളുന്ന ആ പഞ്ചായത്തിൽ 1 സീറ്റ് മാത്രമാണ് UDFിനുള്ളത്, 16 സീറ്റ് LDF നേടുന്നുണ്ട്. ഈസ്റ്റ് ഏളേരി എടുക്കുകയാണെങ്കിൽ 11 UDF, 2 LDF എന്ന രീതിയിലാണ്. വെസ്റ്റ് ഏളേരി എടുക്കുകയാണെങ്കിൽ 9 UDF, 10 LDF, ഒരു സീറ്റിൻ്റെ വ്യത്യാസം മാത്രം. അതായത് 9 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുള്ളതിൽ, അതായത് ഒരു മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ, നീലേശ്വരം മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ 6 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും LDF അധികാരത്തിലേറിയിട്ടുണ്ട്. 3 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മാത്രം UDF അധികാരത്തിൽ ഉണ്ട്. ലോക്സഭാ ഇലക്ഷൻ്റെ ഒരു പാർട്ടിനെ എടുക്കുകയാണെങ്കിൽ 2024 ലോക്സഭാ ഇലക്ഷനിൽ ബാലകൃഷ്ണൻ മാസ്റ്ററേക്കാൾ, CPM സ്ഥാനാർത്ഥിയേക്കാൾ 14,000 വോട്ടുകൾക്ക് അവിടെ UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ ലീഡ് ചെയ്യുന്നു എന്ന ഒരു പ്രത്യേകതയുമുണ്ട്. പ്രത്യേകിച്ചും കാസർഗോഡ് ജില്ലയിൽ ചില അടിയൊഴുക്കൾ UDFിന് അനുകൂലമായി ഉണ്ടാകുന്നു എന്ന ചില വിലയിരുത്തലുകൾ നടത്തപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷേ സന്ദീപ് വാര്യർ ആ സീറ്റ് പിടിച്ചു കൊടുക്കുവാനുള്ള സാധ്യതകൾ വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. എന്തായാലും ആ മണ്ഡലത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഒരുപക്ഷെ UDFിന് അനുകൂലമാകുന്നു എന്ന ഒരു വിലയിരുത്തൽ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സം, ആ മണ്ഡലത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ അത് LDFിനോടൊപ്പം നിന്ന ഒരു മണ്ഡലമാണ് എന്ന പ്രത്യേകതയുണ്ട്. അവിടെ ഇപ്പോൾ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന VPV മുസ്തഫയെ സംബന്ധിച്ച് അദ്ദേഹം CPMൻ്റെ പ്രതിരോധം തീർക്കുന്ന ആളാണ്. TV ചർച്ചകളിലൊക്കെ വലിയ പ്രാസംഗികനും ഒപ്പം എഴുത്തുകാരനും ഒക്കെയാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു ആരോപണം എന്ന് പറയുന്നത് കൃപേഷ് ശരത്ലാൽ വധവുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ഉന്നയിക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിന് ആ മണ്ഡലത്തിൽ തിരിച്ചടിയാകുമോ എന്ന രീതിയിലുള്ള വിശകലനങ്ങളും ചർച്ചയാകുന്നുണ്ട്. എന്തായാലും ശരത്ലാൽ കൃപേഷ് വിഷയം, അവിടെ രക്തസാക്ഷിയാക്കപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലയാളികളെ സഹായിച്ചു എന്ന പേരിലുള്ള ചില വിമർശനങ്ങൾ ഒരുപക്ഷെ VPP മുസ്തഫയ്ക്ക് പ്രതികൂലമാകുമോ എന്ന രീതിയിലുള്ള ചർച്ചകളും ആ മണ്ഡലത്തിൽ നിന്ന് ഉയരുന്നുണ്ട് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. എന്തായാലും തൃക്കരിപ്പൂർ നിയമസഭാ നിയോജകമണ്ഡലം ചരിത്രത്തിൽ ഇന്നോളം LDFിനോടൊപ്പം ചേർന്ന് നിന്നിട്ടുള്ള ആ നിയമസഭാ നിയോജകമണ്ഡലം ഈ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDFിലേക്ക് വരുവാനുള്ള സാധ്യതകൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. സന്ദീപ് വാര്യർക്ക് എന്തായാലും അവിടെ ഒരു നല്ല മത്സരം കാഴ്ചവെക്കുവാൻ കഴിയുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. UDF ആണോ LDF ആണോ അവിടെ വിജയിക്കുന്നതെന്ന്. തൽക്കാലം ഈ വീഡിയോ ഇവിടെ നോക്കുന്നു. മറ്റു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.